പ്ലാസ്റ്റിക് സർജറി എവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലെങ്കിൽ എന്നാണ് തുടങ്ങിയത്? അത് വളരെ രസകരമായ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ സാധാരണമായി എല്ലാവരും കരുതുന്നത് എല്ലാം തുടങ്ങിയതുപോലെ പ്ലാസ്റ്റിക് സർജറി ലോകം അടക്കി വാണിരുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങിയെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനകരമായൊരു കാര്യം, BC യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ സുശ്രുത എന്ന് പറഞ്ഞ സർജൻ പ്ലാസ്റ്റിക് സർജറി ഓപ്പറേഷനുകൾ വളരെയധികം ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് സുശ്രുത എന്ന് പറഞ്ഞ ഇന്ത്യൻ സർജനെയാണ് നമ്മൾ കരുതുന്നത്. അന്ന് സുശ്രുതൻ മൂക്ക് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് മൂക്ക് പുനഃസൃഷ്ടിക്ക് കൊടുക്കാനായിട്ടുള്ള സർജിക്കൽ ടെക്നിക്കാണ് നമ്മൾ ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഇന്ന് അതേ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി അത്ര ഡെവലപ്ഡ് ആയിരുന്നു. പക്ഷേ അത് വളരെ വർഷങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി. ആ ടെക്നിക്കുകൾ ആൾക്കാർ മറന്നുപോയി. പിന്നെ അത് രണ്ടാമത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. മോഡേൺ പ്ലാസ്റ്റിക് സർജറി സർ ഹരോൾഡ് ഗില്ലിസ് എന്ന് പറഞ്ഞ ഒരു ENT സർജനാണ് മോഡേൺ പ്ലാസ്റ്റിക് സർജറി തുടങ്ങുന്നത്. പുള്ളി ന്യൂസിലൻഡിലാണ് ജനിച്ചത്, വളർന്നത്. ന്യൂസിലൻഡിൽ നിന്ന് പുള്ളി ENT ട്രെയിനിങ് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിൽ വന്ന് ഇംഗ്ലണ്ടിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയായിരുന്നു. പുള്ളിയാണ് നൂതനമായ പ്ലാസ്റ്റിക് സർജറി ഇംഗ്ലണ്ടിൽ തുടങ്ങിയത്, സർ ഹരോൾഡ് ഗില്ലിസ്. പുള്ളിയാണ് ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.